നമ്മൾ 30,000 to 40,000 കൊടുത്ത് ഒരു ഫ്രിഡ്ജ് മേടിക്കും. പക്ഷെ അത് റോങ് ചോയ്സ് ആയാൽ നെക്സ്റ്റ് 10 to 15 ഇയേഴ്സ് അത് തന്നെ യൂസ് ചെയ്ത് അഡ്ജസ്റ്റ് ആവേണ്ടി വരും. സോ ഈ റെഫ്രിജറേറ്റർ ബൈങ് ഗൈഡ് വീഡിയോയിൽ ഏത് ബ്രാൻഡ് സ്കിപ്പ് ചെയ്യണം, നിങ്ങളുടെ വീട്ടിലേക്ക് ബഡ്ജറ്റിൽ ഫ്രിഡ്ജ് എങ്ങനെ മേടിക്കണം, ഇതൊക്കെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാം. ഫസ്റ്റ്, ടൈപ്സ് ഓഫ് റെഫ്രിജറേറ്റേഴ്സ് എന്താണെന്ന് നോക്കാം. മാർക്കറ്റിൽ കുറെ ടൈപ്സ് ഓഫ് റെഫ്രിജറേറ്റേഴ്സ് ഉണ്ട്. പക്ഷെ ഇന്ത്യയിൽ മോസ്റ്റ്ലി 4 to 6 മോഡൽസ് മാത്രമേ യൂസ് ചെയ്യത്തുള്ളൂ. സോ ആ മോഡൽസ് എന്തൊക്കെയാണ്, അതൊക്കെ ആർക്ക് സൂട്ട് ആവും, ഇതൊക്കെ ക്ലിയർ ആയിട്ട് നോക്കാം. ഫസ്റ്റ്, സിംഗിൾ ഡോർ റെഫ്രിജറേറ്റർ. ഇത് മോസ്റ്റ്ലി 150 to 260 ലിറ്റേഴ്സ് കപ്പാസിറ്റിയിൽ വരും. ഇനി ഇത് അറൌണ്ട് 15K to 18K പ്രൈസ് റേഞ്ചിൽ കാണും. ബട്ട് ഇതുകൊണ്ട് പ്രോബ്ലം എന്താന്ന് വെച്ചാൽ ഇതിന്റെ ഫ്രീസറിൽ ഐസ് ബിൽഡപ്പ് കൂടുതലാണ്. സോ പിന്നെയും നമുക്ക് മാനുവൽ ആയിട്ട് ഡീഫ്രോസ്റ്റ് ചെയ്യേണ്ടി വരും. ഞാനാണെങ്കിൽ ഇത് സ്പൂൺ കൊണ്ട് ഡീഫ്രോസ്റ്റ് ചെയ്യുമായിരുന്നു. നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? നെക്സ്റ്റ്, ഡബിൾ ഡോർ റെഫ്രിജറേറ്റേഴ്സ്. ഇത് ഇന്ത്യയിൽ ഏറ്റവും പോപ്പുലർ മോഡലാണ്. ആൻഡ് 65% ഓഫ് ഫ്രോസ്റ്റ് ഫ്രീ ഫ്രിഡ്ജസ് ഇതിൽ തന്നെയാണ് വരുന്നത്. ഇതിൽ ഫ്രീസർ ടോപ്പിൽ കാണും ആൻഡ് ഫ്രിഡ്ജ് ബോട്ടമിൽ കാണും. ഈ മോഡലിൽ ഫ്രീസേഴ്സ് ഓട്ടോമാറ്റിക് ആയിട്ട് ഡീഫ്രോസ്റ്റ് ആവും. നെക്സ്റ്റ്, ബോട്ടം ഫ്രീസേഴ്സ്. ഇതും സെയിം ഡബിൾ ഡോർ കോൺസെപ്റ്റ് തന്നെയാണ്. പക്ഷേ ഇവിടെ ഫ്രീസർ താഴെ ആയിരിക്കും ആൻഡ് ഫ്രിഡ്ജ് മേളിലാണ്. ഇതിന്റെ ലോജിക് സിമ്പിൾ ആണ്. നമ്മൾ ഫ്രിഡ്ജിനെ ഒരു ദിവസത്തിൽ 10 to 15 ടൈംസ് ഓപ്പൺ ചെയ്യും. പക്ഷെ ഫ്രീസറിനെ മാക്സിമം 2 to 3 ടൈംസ് മാത്രമേ ഓപ്പൺ ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് ഡെയിലി യൂസ് ചെയ്യുന്ന സെക്ഷൻ ഐ ലെവലിൽ ആയിരിക്കണം. സോ വീട്ടിൽ മുതിർന്നവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബാക്ക് പെയിൻ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഈ മോഡൽ പെർഫെക്റ്റ് ആയിട്ട് സൂട്ട് ആവും. നെക്സ്റ്റ്, ട്രിപ്പിൾ ഡോർ റെഫ്രിജറേറ്റർ. ഇതിൽ ഫ്രീസർ ടോപ്പിൽ കാണും, ഫ്രിഡ്ജ് മിഡിലിൽ കാണും ആൻഡ് വെജിറ്റബിൾ സെക്ഷൻ സെപ്പറേറ്റ് ആയിട്ട് താഴെ കാണും. സോ ഇതുകൊണ്ട് കൂളിംഗ് ലോസ് വളരെ കുറവായിരിക്കും. ഇവിടെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ കമ്പാർട്ട്മെന്റ് ഇൻഡിവിജ്വൽ ആയിട്ട് ടെമ്പറേച്ചറിനെ കൺട്രോൾ ചെയ്യും. അതുകൊണ്ട് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ലോങ് റണ്ണിൽ ഫ്രഷ് ആയിട്ടിരിക്കും. ഇനി ഇത് അറൌണ്ട് 300 to 400 ലിറ്റേഴ്സ് കപ്പാസിറ്റി കൊണ്ടാണ് വരുന്നത്. നെക്സ്റ്റ്, സൈഡ് ബൈ സൈഡ് ഡോർ റെഫ്രിജറേറ്റേഴ്സ്. ഇതിൽ ഫ്രിഡ്ജ് ഒരു സൈഡ് ആൻഡ് ഫ്രീസർ മറ്റൊരു സൈഡ് ആയിരിക്കും. ആൻഡ് ഇത് 500 to 700 ലിറ്റേഴ്സ് കപ്പാസിറ്റി കൊണ്ടാണ് വരുന്നത്. ഇനി ഇതിൽ സെപ്പറേറ്റ് ആയിട്ട് വാട്ടർ ഡിസ്പെൻസർ ആൻഡ് ഐസ് ക്രഷറും ഉണ്ടാവും. പക്ഷെ ഷെൽസ് കുറച്ച് നാരോ ആയിരിക്കും. സോ വലിയ ബോക്സസ് ഓർ ഐറ്റം സ്റ്റോർ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. നെക്സ്റ്റ്, ഫ്രഞ്ച് ഡോർ റെഫ്രിജറേറ്റർ. ഇതിൽ മേലി 2 ഡോർസ് ഉണ്ടാവും ആൻഡ് ബോട്ടമിൽ ഫ്രീസർ ഡ്രോർ ഉണ്ടാവും. മേലി ഫ്രിഡ്ജിൽ വൈഡ് ആയിരിക്കുന്നത് കാരണം വലിയ ബോക്സസ് പോലും ഈസി ആയിട്ട് ഫിറ്റ് ആവും. ഇനി ഇത് അറൌണ്ട് 80,000 തൊട്ട് 2.5 lakhs പ്രൈസ് റേഞ്ചിൽ വരും. സോ നിങ്ങൾക്ക് ബഡ്ജറ്റിൽ ഒരു പ്രോബ്ലം ഇല്ല ആൻഡ് നല്ല പ്രീമിയം ഫീൽ വേണമെങ്കിൽ ഇത് ചൂസ് ചെയ്യാം. സോ ഓവറോൾ ആയിട്ട് സിംഗിൾ പേഴ്സൺസിന് മിനി ഫ്രിഡ്ജ്, ബാച്ചിലേഴ്സിന് സിംഗിൾ ഡോർ, ഫാമിലീസിന് ഡബിൾ ഡോർ, ഇനി ഓർഗനൈസ്ഡ് ആയിട്ട് സ്റ്റോറേജ് കൂടുതൽ വേണമെങ്കിൽ ട്രിപ്പിൾ ഡോർ, ആൻഡ് ബഡ്ജറ്റ് ഇഷ്യൂസ് ഒന്നും ഇല്ലാതെ പ്രീമിയം മോഡൽസ് വേണമെങ്കിൽ സൈഡ് ബൈ സൈഡ് അല്ലെങ്കിൽ ഫ്രഞ്ച് ഡോർ മോഡൽസ് കറക്റ്റ് ആയിട്ട് സൂട്ട് ആവും. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മോഡൽ നിങ്ങളുടെ ബഡ്ജറ്റ് നോക്കി സെലക്ട് ചെയ്യുക. ശരി, ഇപ്പൊ വരെ ഫ്രിഡ്ജ് ടൈപ്പ് ആൻഡ് കപ്പാസിറ്റിയും ഡിസൈഡ് ചെയ്തല്ലേ. സോ ഇപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് ഫാക്ടറായ കംപ്രസറിനെ കുറിച്ച് നോക്കാം. ഇതിനെ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കിയാൽ നിങ്ങളുടെ പർച്ചേസേഷൻ വളരെ ഈസി ആവും. നമ്മുടെ വീട്ടിൽ യൂസ് ചെയ്യുന്ന ACസും ഫ്രിഡ്ജസും എല്ലാം ഈ കംപ്രസർ കൊണ്ടാണ് വർക്ക് ആവുന്നത്. ഈ കംപ്രസർ ഫ്രിഡ്ജിന്റെ ഹാർട്ട് പോലെയാണ്. ഈവൻ നോയ്സ്, കൂളിംഗ് പെർഫോമൻസ്, ഇലക്ട്രിസിറ്റി ബിൽ ഇതെല്ലാം കംപ്രസറിന്റെ മുകളിൽ ഡിപ്പെൻഡ് ആവും. ഇത് മെയിൻലി 2 ടൈപ്സ് ആണ്, ഇൻവെർട്ടർ ആൻഡ് നോൺ ഇൻവെർട്ടർ കംപ്രസേഴ്സ്. എന്റെ സജഷൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ഇൻവെർട്ടർ മോഡൽ ചൂസ് ചെയ്യുക. എന്താണെന്ന് വെച്ചാൽ നോൺ ഇൻവെർട്ടർ ഓൾഡ് ടെക്നോളജിയാണ്. ഇതിൽ ഏതൊരു കംപ്രസർ ഓൺ ആവും അല്ലെങ്കിൽ ഓഫ് ആവും. ഇങ്ങനെ കണ്ടിന്യൂസ് ഓൺ ആൻഡ് ഓഫ് ആവുന്നത് കൊണ്ട് പവർ ബില്ലും കൂടും. സിമ്പിൾ ആയിട്ട് പറയണമെങ്കിൽ ഈ നോൺ ഇൻവെർട്ടർ ഫ്രിഡ്ജസ് 30 to 40% കൂടുതൽ ഇലക്ട്രിസിറ്റിനെ കൺസ്യൂം ചെയ്യും. ഇത് കാരണം നമ്മുടെ മണി വേസ്റ്റ് ആവും ആൻഡ് കംപ്രസർ ലൈഫും കുറയും. പക്ഷേ ഇപ്പോൾ ഈ നോൺ ഇൻവെർട്ടർ മോഡൽസ് മാർക്കറ്റിൽ കൂടുതൽ കാണുന്നില്ല. നിങ്ങൾ മാത്രം ഇൻവെർട്ടർ മോഡലിനെ ചൂസ് ചെയ്യുക. ഈ ഇൻവെർട്ടർ കംപ്രസർ കോൺസെപ്റ്റ് നമ്മൾ ഓൾറെഡി ACയിൽ കണ്ടല്ലേ. സെയിം ഫ്രിഡ്ജിലും അതേ കോൺസെപ്റ്റ് ആണ്. ഫ്രിഡ്ജിന് എത്ര കൂളിംഗ് വേണമെന്നനുസരിച്ച് കംപ്രസർ ഓട്ടോമാറ്റിക് ആയിട്ട് അഡ്ജസ്റ്റ് ആവും. സോ കംപ്ലീറ്റ് ആയിട്ട് ഓഫ് ആവാതെ സ്ലോ ആയിട്ട് റൺ ആവും. അതുകൊണ്ട് കൂളിംഗ് ലോസ് കുറയും ആൻഡ് പവർ ബില്ലും കുറവായിരിക്കും. ഈവൻ ഇതിൽ നോയ്സും വളരെ കുറവാണ്. ഇനി ബ്രാൻഡ് ടു ബ്രാൻഡ് ഈ കംപ്രസേഴ്സിനെ ഡിഫറെന്റ് നെയിംസ് കൊണ്ട് വിളിക്കും. സാംസങ് ഡിജിറ്റൽ ഇൻവെർട്ടർ എന്ന്, LG സ്മാർട്ട് ഇൻവെർട്ടർ, ഹയർ ട്വിൻ കൂളിംഗ് ഇൻവെർട്ടർ ആൻഡ് വേർപൂൾ ആണെങ്കിൽ ഇന്റലിജൻസ് കംപ്രസർ എന്നൊക്കെ പറയും. പക്ഷേ ഇത് എല്ലാത്തിന്റെ കോൺസെപ്റ്റ് സെയിം തന്നെയാണ് ആൻഡ് റിയൽ ടൈം യൂസേജിലും അത്ര ഡിഫറൻസ് ഒന്നും ഇല്ല. എന്നാൽ ഇൻവെർട്ടർ മോഡലായാൽ മതി. ഏത് ഫ്രിഡ്ജ് വേണമെങ്കിലും മേടിക്കാന്ന് വിചാരിക്കുകയാണെങ്കിൽ നോ. നിങ്ങൾ നോക്കേണ്ട ഇനിയൊരു ഇമ്പോർട്ടന്റ് ഫാക്ടർ ഉണ്ട്, അതാണ് സ്റ്റാർ റേറ്റിംഗ്. കുറെ പേര് 5 സ്റ്റാർ ഉണ്ടെങ്കിൽ ബെസ്റ്റ്, 2 സ്റ്റാർ ഉണ്ടെങ്കിൽ വേസ്റ്റ് എന്ന് വിചാരിക്കും. പക്ഷേ ഇവിടെ കൂടുതൽ സ്റ്റാർ റേറ്റിംഗിന്റെ മീനിങ് ഫ്രിഡ്ജ് എഫിഷ്യന്റ് ആയിട്ട് ഇലക്ട്രിസിറ്റി കൺസ്യൂം ചെയ്യുമെന്നാണ്. നിങ്ങൾ നോക്കിയ എല്ലാ ഫ്രിഡ്ജസിലും BE സ്റ്റിക്കർ ഉണ്ടാവും. അതിൽ ആ ഫ്രിഡ്ജ് ഇയറിൽ എത്ര യൂണിറ്റ്സ് കൺസ്യൂം ചെയ്യുമെന്നും കാണും. സോ ആ നമ്പേഴ്സ് നോക്കി ഡിഫറെന്റ് മോഡൽസിനോട് കമ്പയർ ചെയ്യുക. എന്റെ റിക്കമെൻഡേഷൻ 2 സ്റ്റാർ അല്ലെങ്കിൽ 3 സ്റ്റാർ മതി എന്നാണ്. സോ 4 സ്റ്റാറിന് വേണ്ടി എക്സ്ട്രാ പൈസ ചെലവാക്കേണ്ട ആവശ്യമില്ല. ഒരുപക്ഷെ അതിന്റെ ഇടയിൽ പ്രൈസ് ഡിഫറൻസ് കുറവാണെങ്കിൽ 4 സ്റ്റാർ ചൂസ് ചെയ്യാം. സോ സ്റ്റാർ റേറ്റിംഗ്സ് നോക്കി കൺഫ്യൂസ് ആവാതെ യൂണിറ്റ്സ് നോക്കി കമ്പയർ ചെയ്യുക.
നെക്സ്റ്റ് കൂളിംഗ് ടെക്നോളജീസ്. ഇതിൽ 2 ടൈപ്സ് കാണും, ഡയറക്ട് കൂളിംഗ് ആൻഡ് ഫ്രോസ്റ്റ് ഫ്രീ കൂളിംഗ്. ഡയറക്ട് കൂളിംഗിനെ കുറിച്ച് അറിയാലോ, ഇതിന്റെ ഫ്രീസറിൽ ഐസ് ബിൽഡപ്പ് ആവും, അതുകൊണ്ട് പിന്നെയും നമ്മൾ മാനുവൽ ആയിട്ട് ഡീഫ്രോസ്റ്റ് ചെയ്യേണ്ടി വരും. സോ കുറച്ച് എക്സ്ട്രാ വർക്ക് ആവും. അതേ ഫ്രോസ്റ്റ് ഫ്രീ ആണെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഡീഫ്രോസ്റ്റ് ആവും. ഇതിൽ ഈവൻ കൂളിംഗും യൂണിഫോം ആയിരിക്കും. ഇൻ കേസ് നിങ്ങൾ ഡബിൾ ഡോർ ഫ്രിഡ്ജ് മേടിക്കുകയാണെങ്കിൽ അതിലെ ഫീച്ചർ ഇൻക്ലൂഡഡ് ആണ്. ഇതുപോലെ തന്നെ 360 ഡിഗ്രി കൂളിംഗ്, ട്വിൻ കൂളിംഗ് ആൻഡ് വിറ്റമിൻ ഫ്രഷ് എന്ന പല ടെക്നോളജീസ് ഉണ്ട്. പക്ഷേ ഇതെല്ലാം മാർക്കറ്റിംഗ് നെയിംസ് മാത്രമാണ്. ഇതിന്റെ അകത്തുള്ള കോൺസെപ്റ്റ് മുഴുവനും സെയിം ആണ്. സോ അതിനു വേണ്ടി എക്സ്ട്രാ മണി പേ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ എനിക്ക് പേഴ്സണൽ ആയിട്ട് ട്വിൻ കൂളിംഗ് വർത്താന്ന് തോന്നി. എന്താന്ന് വെച്ചാൽ ഇതിൽ നോൺ വെജ് ഐറ്റംസ് ഒക്കെ സ്റ്റോർ ചെയ്യാൻ നന്നായിട്ട് ഹെൽപ്പ് ആവും. നെക്സ്റ്റ് ഫീച്ചേഴ്സ്. ഇപ്പൊ മാർക്കറ്റിൽ പല ഫീച്ചേഴ്സിനെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതൊക്കെ വർത്ത് ആണോ എന്ന് നോക്കാം. ഫസ്റ്റ്, കൺവേർട്ടബിൾ മോഡ്. ഇതിൽ ഫ്രീസറിനെ ഫ്രിഡ്ജ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം. ഇത് മെയിൻലി ഗസ്റ്റ് വരുമ്പോ അല്ലെങ്കിൽ ഫെസ്റ്റിവൽ സീസണിൽ മാത്രമേ യൂസ് ചെയ്യത്തുള്ളൂ. സോ ബഡ്ജറ്റ് ആയിട്ടാണെങ്കിൽ നോൺ കൺവേർട്ടബിൾ മോഡലിനെ മേടിക്കുക. എന്താന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾക്ക് അറൌണ്ട് 2000 to 3000 റുപ്പീസ് സേവ് ആവും. നെക്സ്റ്റ്, ടഫ് ആൻഡ് ഗ്ലാസ് ഷെൽഫ്സ്. ഫ്രിഡ്ജിൽ ഹെവി ഐറ്റംസ് വെക്കുന്ന സമയത്ത് ഗ്ലാസ് ബ്രേക്ക് ആവാതിരിക്കണമെങ്കിൽ ടഫ് ആൻഡ് ഗ്ലാസ് ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കി പർച്ചേസ് ചെയ്യുക. നെക്സ്റ്റ്, വാട്ടർ ബോട്ടിൽ കപ്പാസിറ്റി. ഇത് കുറെ പേര് മിസ് ചെയ്യും. സമ്മറിൽ മിനിമം വീട്ടിൽ 8 to 10 ബോട്ടിൽസ് വേണം. പക്ഷെ ചില ബ്രാൻഡ്സിൽ 4 to 5 ബോട്ടിൽസ് മാത്രമേ ഫിറ്റ് ആവും. സോ മേടിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ റെഗുലർ ബോട്ടിൽസ് ഈ ഡോർ ഷെൽഫിൽ ഫിറ്റ് ആവുന്നോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യുക. നെക്സ്റ്റ്, സ്മാർട്ട് ഫീച്ചേഴ്സ്. ഫ്രിഡ്ജിനെ ആപ്പ് കൊണ്ട് കൺട്രോൾ ചെയ്യേണ്ട ആവശ്യം ആർക്കും മാക്സിമം ഉണ്ടാവില്ല. സോ നിങ്ങൾക്ക് വൈഫൈ ആൻഡ് ആപ്പ് കൺട്രോൾ ഫീച്ചേഴ്സ് വേണ്ടെന്ന് പറഞ്ഞാൽ ഇതിനു വേണ്ടി എക്സ്ട്രാ മണി സ്പെൻഡ് ചെയ്യല്ലേ. ഇനി റിമൈനിങ് ഫീച്ചേഴ്സ് എല്ലാം അത്ര വേർത്ത് അല്ല. ഇൻ കേസ് നിങ്ങൾക്ക് യൂസ് ഉണ്ടെങ്കിൽ മാത്രം പ്രിഫർ ചെയ്യുക. അങ്ങനെ തന്നെ മാർക്കറ്റിൽ ചില ട്രാപ്സ് ഉണ്ട്. അത് നിങ്ങൾക്ക് മനസ്സിലായ മണി സേവ് ചെയ്യാം. സ്റ്റോറിൽ പോയ സെയിൽസ് പേഴ്സൺസ് മാഡം ഇത് 2026 മോഡൽ ലേറ്റസ്റ്റ് ടെക്നോളജി ആണെന്ന് പറയും. പക്ഷെ സത്യം പറഞ്ഞാൽ മോഡൽ ആൻഡ് ഇയർ ചേഞ്ച് ആയാൽ ഫ്രിഡ്ജ് ടെക്നോളജിയിലും ആൻഡ് എഫിഷ്യൻസിയിലും ഒരു ഡിഫറൻസ് ഉണ്ടാവില്ല. ഇനി ഫാൻസി ടെക്നോളജി നെയിംസ് ലൈക്ക് മൈക്രോ ബ്ലോക്ക്, നാനോ ഷീൽഡ്, വിറ്റമിൻ ഫ്രഷ് ആൻഡ് ലാറ്റിസ് ഫ്രഷ് എന്നൊക്കെ പല ബ്രാൻഡ്സ് യൂസ് ചെയ്യും. സോ ആ ഫാൻസി നെയിംസ് കണ്ട് എക്സൈറ്റ് ആവാതെ സ്പെസിഫിക്കേഷൻസ് നോക്കി പർച്ചേസ് ചെയ്യുക. അങ്ങനെ തന്നെ ബെസ്റ്റ് ഫ്രിഡ്ജസിന്റെ ലിങ്ക്സ് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇനി വാറന്റി ആൻഡ് സർവീസിനെ കുറിച്ച് നോക്കിയാൽ നിങ്ങൾ എത്ര നല്ല ഫ്രിഡ്ജ് മേടിച്ചാലും സർവീസ് നല്ലതല്ലെങ്കിൽ കഷ്ടപ്പെടേണ്ടി വരും. വാറന്റിയിൽ 2 ടൈപ്സ് ഉണ്ട്. ഫസ്റ്റ്, പ്രോഡക്റ്റ് വാറന്റി. 1 ഇയറിന്റെ അകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂ വന്നാൽ ഒന്ന് റിപ്പയർ ചെയ്യും അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്യും. സെക്കൻഡ്, കംപ്രസർ വാറന്റി. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്നാന്ന് വെച്ചാൽ കംപ്രസർ ഫ്രിഡ്ജിന്റെ ഹാർട്ട് പോലെയാണെന്ന് നമ്മൾ പറഞ്ഞല്ലേ. സോ ഇത് എത്ര കൂടുതലുണ്ടെങ്കിൽ അത്ര നല്ലതാ. ഇപ്പൊ ബ്രാൻഡ്സ് നോക്കിയാ സാംസങ് എല്ലാത്തിനേക്കാൾ കൂടുതൽ 20 ഇയേഴ്സ് വാറന്റി കൊടുക്കുന്നുണ്ട്. LG, വേർപൂൾ, ഹയർ ഈ ബ്രാൻഡ്സ് മോസ്റ്റ്ലി 10 ഇയേഴ്സ് വരെ വാറന്റി കൊടുക്കുന്നുണ്ട്. റിമൈനിങ് ബ്രാൻഡ്സ് അറൌണ്ട് 2 ഇയേഴ്സ് വാറന്റി മാത്രമേ കൊടുക്കുന്നുള്ളൂ. നമ്മൾ മാക്സിമം 10 ഇയേഴ്സ് വരെ യൂസ് ചെയ്യുന്നത് കൊണ്ട് 10 ഇയേഴ്സ് വാറന്റി മതിയാവും. പക്ഷെ വാറന്റിനേക്കാളും ഇമ്പോർട്ടന്റ് സർവീസ് ആണ്. ഇൻ കേസ് നിങ്ങൾ എത്ര കോസ്റ്റ്ലി ഫ്രിഡ്ജ് മേടിച്ചാലും നിങ്ങളുടെ ഏരിയയിൽ സർവീസ് സെന്റർ ഇല്ലെങ്കിൽ ഒത്തിരി കഷ്ടപ്പെടേണ്ടി വരും. സോ പർച്ചേസ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ ഏരിയയിൽ സർവീസ് സെന്റർ ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യുക. ബ്രാൻഡ് വൈസ് ആൻഡ് കപ്പാസിറ്റി വൈസ് ഫ്ലിപ്കാർട്ട് ആൻഡ് ആമസോണിന്റെ ലിങ്ക്സ് ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ചെക്ക് ചെയ്യുക. ആൻഡ് ലാസ്റ്റ്, ഫ്രിഡ്ജ് മേടിക്കുന്നതിന് മുമ്പ് ഈ 4 തിങ്സിനെ കൺസിഡർ ചെയ്യുക. ഫസ്റ്റ്, നിങ്ങളുടെ ബഡ്ജറ്റ് ആൻഡ് ഫാമിലി സൈസിനെ നോക്കി കപ്പാസിറ്റി ഡിസൈഡ് ചെയ്യുക. മോസ്റ്റ്ലി എല്ലാവർക്കും 250 to 350 ലിറ്റേഴ്സ് ഉള്ള ഡബിൾ ഡോർ ഫ്രിഡ്ജ് മതിയാവും. സെക്കൻഡ്, ഇൻവെർട്ടർ കംപ്രസർ മോഡലിനെ പ്രിഫർ ചെയ്യുക. തേർഡ്, 2 സ്റ്റാർ ആൻഡ് 3 സ്റ്റാർ ഫ്രിഡ്ജസ് മതിയാവും. 4 സ്റ്റാറിന് വേണ്ടി എക്സ്ട്രാ മണി സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇൻ കേസ് 3 സ്റ്റാർ ആൻഡ് 4 സ്റ്റാറിന്റെ ഇടയിൽ ഡിഫറൻസ് കുറവാണെങ്കിൽ അപ്പോൾ പ്രിഫർ ചെയ്യാം. ഫോർത്ത്, നിങ്ങളുടെ ഏരിയയിൽ സർവീസ് സെന്റർ ഉണ്ടോ ഇല്ലയോ എന്ന് ക്ലിയർ ആയിട്ട് ചെക്ക് ചെയ്യുക. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. സോ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത എല്ലാ മോഡൽസിന്റെ ലിങ്ക്സ് ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി ഞാൻ 2026 മോഡൽ ഫ്രിഡ്ജസിന് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ബെസ്റ്റ് ഫ്രിഡ്ജ് എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് കമ്പാരിസൺ വീഡിയോ ചെയ്യുന്നുണ്ട്. ആ വീഡിയോ നിങ്ങൾ മിസ് ആവാതിരിക്കാൻ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.